മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് വന നിയമ ഭേദഗതി ബിൽ ഈ നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കില്ല. അവതരിപ്പിക്കേണ്ട ബില്ലുകളുടെ പട്ടികയിൽ വന നിയമ ഭേദഗതി ബില്ലില്ല. ബില്ലിനെതിരെ പ്രതിപക്ഷം സമരത്തിലേക്ക് കടന്നിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ബിനിൽ ലീല സാബു ചേരുന്നുണ്ട്. ബിനിൽ, ഈ സമ്മേളനത്തിൽ വന നിയമ ഭേദഗതി ഉണ്ടാകില്ല എന്ന സൂചന നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഈ ബില്ലുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ആക്ഷേപങ്ങൾ അതെല്ലാം പരിഹരിച്ചതിന് ശേഷം മാത്രമായിരിക്കും ബിൽ അവതരിപ്പിക്കുക എന്ന് ന്യൂസ് മലയാളം വാർത്തയോട് മന്ത്രി എ കെ ശശീന്ദ്രൻ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അതിനെ അന്വർത്ഥമാക്കുന്ന തലത്തിൽ തന്നെ ബില്ല് ഈ സമ്മേളനത്തിൽ ഉണ്ടാകില്ല എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. വിശദാംശങ്ങൾ എന്താണ്? ഇന്ന് മന്ത്രിസഭാ യോഗം ഈ പട്ടിക അംഗീകരിച്ചിരുന്നു. ഈ സഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കേണ്ട ബില്ലുകളുടെ പട്ടികയാണ് അംഗീകരിച്ചത്. ആ പട്ടികയിലാണ് ഇപ്പോൾ വന നിയമ ഭേദഗതി ബിൽ അവതരിപ്പിക്കില്ല. ആ പട്ടികയിൽ അത് ഉൾപ്പെട്ടിട്ടില്ല. നേരത്തെ വലിയ പ്രതിഷേധം ഈ ബില്ലുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. ഈ വനപാലകർക്ക്, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ അമിതാധികാരം നൽകുന്ന നിയമമാണ് ഇത്. ആ ബില്ലിൽ ആ ഭേദഗതി വരുമ്പോൾ അത് കൂടുതൽ അധികാരം നൽകും. അതുകൊണ്ട് അതിനെതിരെ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. മാത്രമല്ല പ്രതിപക്ഷമടക്കം സമരത്തിലേക്ക് കടക്കാനിരിക്കുകയാണ്. അതിനിടെയാണ് ഇപ്പോൾ ഈ ഭേദഗതി ബിൽ ഇപ്പോൾ അവതരിപ്പിക്കേണ്ടത് തീരുമാനം എടുത്തിരിക്കുന്നത്. ഇതിൽ നേരത്തെ വലിയ പരാതികൾ ഉയർന്നു വന്നിരുന്നു. ഏകദേശം 140ഓളം പരാതികളാണ് വനം വകുപ്പിന് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നത്. കാട്ടാന ആക്രമണമടക്കം, വന്യജീവി ആക്രമണമടക്കം പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ പരാതികൾ ഉണ്ടായിരുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉയർത്തി. മാത്രമല്ല മലയോര മേഖലയിലൂടെ വലിയൊരു സമര ജാഥ കൂടി പ്രതിപക്ഷം നടത്താൻ തീരുമാനിച്ചിരുന്നു. UDF ആണ് അത് ആഹ്വാനം ചെയ്തത്. അത് ഈ മാസം തുടങ്ങുകയും ചെയ്യും. അതുകൂടിയൊക്കെ പരിഗണിച്ചാണ് ഇപ്പോൾ ഈ ബില്ല് ഈ സഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കേണ്ട നിലപാടിലേക്ക് സർക്കാർ പോയിട്ടുള്ളത്. തിരുവനന്തപുരത്ത് നിന്നും ബിനിൽ ലീല സാബുവാണ് വിവരങ്ങൾ നൽകിയത്.